കുറച്ച് കഴിയുമ്പോൾ രേണുവിന് ദുബായിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് റേണുവിലേക്ക് എത്തും, പറയാൻ വേണ്ടിട്ട്, ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റേണുവിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടുത്തണം എന്ന് കരുതി ഒന്നും ഹൈഡ് ചെയ്യരുത്. എന്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ ദുബായിന്ന് എല്ലാം സത്യം സത്യം പോലെ പറയണം. ഇപ്പം സച്ചിനൊക്കെ പറയുന്നതിനേക്കാളും വേറെ ലെവലായിരിക്കും ചിലപ്പോൾ റേണുവിന്റെ വായിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ആത്മാക്കളെ കാണാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് അവരോട് സംസാരിക്കാനെങ്കിലും പറ്റുമോ? ഇല്ലല്ലേ. എന്നാൽ അങ്ങനെ ആത്മാക്കളെ കാണാനും കേൾക്കാനും പറ്റുന്നവരുണ്ട് ഈ ലോകത്ത്. ഇവരിൽ ഒരാളാണ് റൂഹി ജാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, റൂഹി ജാൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ റൂഹി ജാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ റൂഹി ജാൻ ആരാണെന്ന് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഞാൻ പറയാം. സംഗതി ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ റൂഹിക്ക് ആത്മാക്കളെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ആത്മാക്കളൊന്ന് തൊട്ടാൽ ഈ ആത്മാക്കളുടെ പാസ് വരെ നേരിട്ട് കാണാൻ പറ്റും ഈ റൂഹി ചേച്ചിക്ക്. അങ്ങനെ റിഫ മഹനു കേസിൽ റിഫയുടെ ആത്മാവ് വന്ന് റൂഹിയോട് അവൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു പോലും. റിഫ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ റൂഹി എന്ന ഓൺലൈൻ മീഡിയക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. റൂഹിയെ നല്ലോണം ഊക്കി വിട്ടതുമാണ്. മരിക്കാത്ത ബനീഷ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് റൂഹി തള്ളി മറിച്ചതൊക്കെ മറക്കാൻ പറ്റുമോ? അറബിയിൽ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ് അർത്ഥം. എന്തായാലും റൂഹി ചേച്ചിന്റെ പേരിൽ പോലും ഒരു ആത്മാവ് മയം അല്ലെ? എന്താ ഇതിനൊക്കെ പറയാ. എന്തായാലും റിഫ കഴിഞ്ഞപ്പോ റൂഹി ചേച്ചിക്ക് പുതിയൊരു ഇരയെ കിട്ടി. അതാരാണെന്ന് അറിയണ്ടേ? മറ്റാരുമല്ല, നമ്മുടെ രേണു സുധി തന്നെ. നമുക്ക് ആദ്യം റൂഹിക്ക് പറയാനുള്ളത് കേൾക്കാം. രേണു സുധിക്ക് ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ബ്ലെസ്സിങ് കാരണം രേണു രക്ഷപ്പെട്ടതാണ്. രേണുവിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. രേണുവിന്റെ ഡ്യൂട്ടിയാണ് അത്. ശരിക്കും പറഞ്ഞാല് രേണു ആ ദുബായ് കൺട്രീസിൽ പോയതും വന്നതും കൂടെ പോയതും വന്നതും എല്ലാവർക്കും പല പല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല. ഡയറക്ട്ലി ആർക്കും അറിയില്ല. പക്ഷേ അന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ രേണുവിന് ദുബായിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് റേണുവിലേക്ക് എത്തും, പറയാൻ വേണ്ടിട്ട്, ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റേണുവിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടുത്തണം എന്ന് കരുതി ഒന്നും ഹൈഡ് ചെയ്യരുത്. എന്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ ദുബായിന്ന് എല്ലാം സത്യം സത്യം പോലെ പറയണം. പറഞ്ഞാൽ യു വിൽ ബി സേഫ് ഫ്രം ദിസ്. ഈ ഒരു അസുഖത്തിൽ നിറട്ടിയാണ് രക്ഷപ്പെടാൻ. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. ഇപ്പം സച്ചിനൊക്കെ പറയുന്നതിനേക്കാളും വേറെ ലെവലായിരിക്കും ചിലപ്പോൾ റേണുവിന്റെ വായിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ ചേച്ചി, എല്ലാം ചേച്ചി പറയുന്ന പോലെയൊക്കെ തന്നെ. ഇവിടെ റൂഹി ജാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ രേണു സുധി ഇടയ്ക്കിടെ ഗൾഫിൽ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാൽ എന്തിനായിരുന്നു ഗൾഫിൽ പോകുന്നതെന്ന് രേണു സുധിനോട് ചോദിക്കുമ്പോൾ രേണു സുധി പറയുന്നത് എന്താണ്? ഇനോഗ്രേഷൻ ആണ്, ബാർ ഉദ്ഘാടനമാണ്, അതാണ് ഇതാണെന്നൊക്കെയാണ് അല്ലേ. പക്ഷെ ശരിക്കും അതൊന്നുമല്ല കാര്യം. എന്തോ ഡ്രഗ്സിന്റെ പരിപാടിക്ക് അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് രേണു സുധി അങ്ങോട്ട് പോകുന്നത് എന്നാണ് റൂഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ റൂഹി രേണുവിനോട് പറയുന്നത് ഇനിയെങ്കിലും മൗനം വെടിയണമെന്നാണ്, സത്യം വിളിച്ചു പറയണമെന്നാണ്. കാത്തിരുന്ന കേട്ടോ, ഇപ്പൊ സത്യങ്ങൾ പുറത്തു വന്നു തന്നെ. ഇതൊക്കെ കാണുന്ന രേണു വിചാരിക്കുന്നുണ്ടാകും, ഇതൊക്കെ ഏതാ പുതിയ അവതാരം എന്നൊക്കെ. ഒന്നും സ്വസ്ഥമായിട്ട് ചികിത്സ ചെയ്യാൻ പോലും വിടില്ലല്ലോ എന്ന്. എല്ലാ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയ ഓരോ മരണങ്ങൾ വരുന്നത്. രേണുവിന് ഇപ്പൊ ഈ പറയുന്ന പോലെ ഗൾഫിൽ സ്മഗ്ലിങ്ങിന് തന്നെയാണ് പോയതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റൂഹി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നാൽ രേണു കുറ്റസമ്മതം നടത്തുന്നു? ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നും രേണു റൂഹിന്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കുറ്റസമ്മതം നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ റൂഹി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയോ? ഇതുപോലെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാണെങ്കിൽ രേണു ക്യാൻസറിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് പോലും. ഈ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രേണുവിന് ക്യാൻസർ വന്നത് എന്നൊക്കെയാണ് റൂഹി പറയുന്നത്. ഓരോന്നിങ്ങനെ വെറുതെ തട്ടിവിടൽ തന്നെ. ഇതിപ്പോ തെളിവുകളില്ലാത്ത ഓരോ അലിഗേഷൻസ് ഉന്നയിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കയ്യിലാണെങ്കിൽ ഒരു പ്രൂഫും ഇല്ല. ഇതൊന്നും കൂടാതെ നമ്മുടെ സജന നൂറിനെയും ഈ വിഷയത്തിലേക്ക് വലിച്ചിടുന്നുണ്ട് നമ്മുടെ റൂഹി താത്ത. ഏത് ഫിറോസിന്റെ സജന നൂർ ഉണ്ടല്ലോ, അതന്നെ. ഈ അടുത്ത കാലത്ത് സജന നൂർ തന്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, താൻ ഏതോ ദുബായിൽ ഒരു സെക്സ് മാഫിയയിൽ അകപ്പെട്ടു പോയി എന്നൊക്കെ. പലരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അന്ന് റസൂൽ പൂക്കുട്ടിയാണ് ആ മാഫിയന്റെ കീഴിൽ നിന്ന് തന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത് എന്നും അന്ന് സജന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാഫിയയിൽ രേണുവും അകപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് റൂഹി താത്ത പറയുന്നത്. സത്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ സജിന പറയുന്നതിനേക്കാളും കൂടുതൽ രേണുവിന് പറയാനുണ്ടാകും എന്നൊക്കെയാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. രേണു സുധി ഇനി പുറത്തു വിടാൻ പോകുന്ന കാര്യങ്ങൾ ഭയങ്കര ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പോലും. എന്തായാലും റൂഹിതിനെ കുറിച്ച് പറയണമെന്ന് കേട്ടോക്കാം. രേണു സുധിയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം രേണു സുധിയുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ, ഐ എം വെരി സോറി ഫോർ യു രേണു സുധി. എനിക്ക് വൺ ബൈ വൺ ഓരോ ആൾക്കാരെ കാര്യം പറയണം, ഇതിൽ പറഞ്ഞേ പറ്റും. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നു ഐ എം വെരി ക്രൂവൽ ടോക്കിംഗ്. ഇന്ന സിറ്റുവേഷനിൽ ഞാൻ സംസാരിക്കുന്നത് വളരെ ക്രൂവലായിട്ട് സംസാരിക്കുന്നു തോന്നും. പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഡോണ്ട് ഫീൽ ബാഡ് ടു മീ. എന്റെ അടുത്ത് ഒന്നും തോന്നരുത്. ബട്ട് ഐ ഹാവ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. റൂഹി എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അവസരത്തിൽ ഒരാളെ കുറിച്ച് തെളിവുകളില്ലാതെ സംസാരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതിനെ ന്യായീകരിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അല്ല റൂഹി, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. പണ്ട് നിന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് റിഫയുടെ ആത്മാവാണെന്നല്ല പറഞ്ഞത്. ഇതിപ്പോ രേണുവിന്റെ കാര്യം പറഞ്ഞു തന്നത് ഏത് ആത്മാവാണ്? അതും റിഫ തന്നെയാണ്. ഇനി എന്തായാലും ബാക്കി പറ, കേൾക്കട്ടെ. ഇപ്പോഴുള്ള കറന്റ് സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ബ്ലെസ്സിങ് കാരണം രേണു രക്ഷ.
ശരിക്കുള്ള ബ്ലെസ്സിങ് കാരണം രേണു രക്ഷപ്പെട്ടതാ. രേണു ശരിക്കും ഈ വരെ മീഡിയേറ്റേഴ്സ് ആയി നിൽക്കുന്ന ഗേൾസിന്റെ ഇടയിൽ അവരെ ശരിക്കും ഈ ഒരു കാര്യത്തിൽ പെട്ടുകൊണ്ട ഒരാളാണ് രേണു. രേണു ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ടാണ് അത് റിക്കവർ ചെയ്യും ഷീ വിൽ ഓവർകം ദാറ്റ് ആൻഡ് ഷീ കൻ കം ബാക്ക് ടു ദ ലൈഫ്. പക്ഷെ മറ്റേ അവരുടെ ഇതിൽ പെട്ടതാണെങ്കിൽ ഒരിക്കലും ഒരു ജനങ്ങളുടെ എന്നല്ല, കുഞ്ഞുങ്ങളുടെ എന്നല്ല, ഒരാളുടെ മുമ്പിലും മുഖം കാണിക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ലൈഫായി പോയേനെ. അത് ഉറപ്പുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്തോ ഒരു ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് രേണുവിനെ ഇപ്പൊ ഒരു ഗ്യാപ്പ് പോലെ രേണുവിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അപ്പോഴെല്ലാരും ചോദിക്കും, ഓ ഈ ഇത്രയും വലിയൊരു അസുഖം വരുന്നതാണോ ബ്ലെസ്സിങ് എന്ന്. ഈ ഒരു അസുഖം ചിലപ്പോൾ മിറക്കിൾ പോലെ മാറിയിട്ട് തിരിച്ച് ലൈഫിൽ വരും. പക്ഷെ മറ്റു കേസ് അതല്ല, അതങ്ങനെയല്ല. അത് ലൈഫ് ലോങ് തീർന്നു. അതാണ് കാര്യം. പക്ഷെ എനിക്ക് ഒരു കാര്യം റേണുവിനെ ഇൻഫോം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ റേണുവിന്റെ മാനേജറായ ഒരു പേര് എനിക്ക് മറന്നുപോയി. ഐ ട്രൈ ഇൻസ്റ്റാഗ്രാമിലെ നമ്പർ കോൺടാക്ട് ഹർ. പക്ഷെ അവർ കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ട്രൈ ടു ടെൽ ഹർ. ഒരു കാര്യം എനിക്ക് പറയുന്നുണ്ടായിരുന്നു, ഇത് റേണു കേൾക്കുവാണെങ്കിലും ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ ജസ്റ്റ് റീച്ച് ഔട്ട് ടു ഹർ. ഓക്കെ, അപ്പൊ റൂഹിജാനോട് പറഞ്ഞു വെക്കുന്നത് രേണുസുതിക്ക് ക്യാൻസർ എന്നത് ഒരു ബ്ലെസ്സിങ് ആണെന്നൊക്കെയാണ് അല്ലെ. കാരണം രേണു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഒരു തെറ്റായ വഴിയിലായിരുന്നു. ഏതോ മാഫിയുടെ കീഴിൽപ്പെട്ട് എന്തോ സ്മഗ്ലിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് രേണു ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് റൂഹി പറയുന്നത്. അങ്ങനെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ രേണുവിന് അസുഖം ഇല്ലായിരുന്നെങ്കിൽ ഈ സ്മഗ്ലിംഗ് തുടർന്നേനെ. അങ്ങനെ ഇതുപോലെ സ്മഗ്ലിംഗ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടത്തിൽ രേണു എന്തായാലും പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടാൽ രേണുവിന് അന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം കേസ് വലുതായിരിക്കും. പിന്നെ ആ കേസിൽ നിന്ന് ഊരി പോകാനൊക്കെ രേണുവിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അസുഖം വന്നത് രേണുവിന് നല്ല പാതയിലേക്ക് മടങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് റൂഹി പറയുന്നത്. അതുപോലെ തന്നെ റൂഹി രേണുവിന്റെ മാനേജറെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും അവരാരും കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെയാണ് റൂഹി പറയുന്നത്. ചിലപ്പോൾ ആ മാനേജർ വിചാരിച്ച് കാണും ഏതോ ഒട്ട് കേസായിരിക്കും, അതുകൊണ്ട് ഇവരെ നൈസായിട്ട് നമ്മൾ ഒഴിവാക്കി വിട്ടതായിരിക്കും. എന്നാലും റൂഹി വീണ്ടും ഇതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. രേണു കേൾക്കാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെയാണ് റൂഹി പറയുന്നത്. എന്തായാലും അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. അങ്ങനെ അറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇത് കുറച്ച് കഴിയുമ്പോൾ രേണുവിന് ദുബായിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് റേണുവിലേക്ക് എത്തും. പറയാൻ വേണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റേണുവിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടുത്തണം എന്ന് കരുതി ഒന്നും ഹൈഡ് ചെയ്യരുത്. എന്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ ദുബായിൽ നിന്ന് എല്ലാം സത്യം പോലെ പറയണം. പറഞ്ഞാൽ യു വിൽ ബി സേഫ് ഫ്രം ദിസ്. ഈ ഒരു അസുഖത്തിൽ മിറക്കിളിയാണ് രക്ഷപ്പെടാൻ. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. ഓക്കെ, ഞാനത് വെറുതെ പറയുന്നതല്ല. എനിക്ക് അങ്ങനെ പറയാൻ സത്യം പറഞ്ഞാൽ ഐ ഫീൽ ബാഡ് ടു സേ ദിസ്. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാവരും ഈ ഭൂമി വിട്ടു പോകും. ഈ അസുഖം വന്നാലും പോവും, വരാത്താളും പോവും, എല്ലാവരും പോവും. പക്ഷെ റേണുവിന് ഇപ്പൊ ഈ ഒരു ടൈം ഗ്യാപ്പ് തന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് ഒരു ഇത് വന്ന് ഇങ്ങനെ ഒരു ഇതെല്ലാം സിറ്റുവേഷനിൽ, കറന്റ് സിറ്റുവേഷനിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇറ്റ്സ് ടൈം ഫോർ യു ടു ഓപ്പൺ യുവർ ഐസ്. ശരിക്കും ഇരുന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അവരവരുടെ ലൈഫ് ഇനിയും ഗോഡ് തരും മുന്നോട്ട്. ആ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നും ഏത് ലെവലില് ബാക്കിയുള്ള ആൾക്കാർ കാര്യങ്ങൾ പെട്ടുപോയി ഇതുപോലത്തെ ട്രാപ്പിലൊന്നും ചെന്ന് പെടാതെ. അപ്പൊ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല, ആയിട്ടില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ അറിയുന്നതിന് അറിഞ്ഞോ അറിയാതെയോ അറിയാം. കുറെ കാര്യങ്ങൾ അറിയാം അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. അപ്പോൾ ചിലപ്പം റേണുവിന് അത്ര ഡീപ്പായിട്ട് അറിയുന്നുണ്ടാവോന്ന് എനിക്കറിയില്ല. പക്ഷെ there is lot that you know. പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട് റേണുവിന്. അത് റേണുവിലേക്ക് എന്ത് വന്നാലും എത്തും. ഇത് എത്തിക്കഴിഞ്ഞാൽ റേണു ഇത് പറയും. ഇത് ജനങ്ങളെല്ലാവരും അറിയും. ഈ കാര്യം റേണുവിന്റെ അടുത്തുനിന്ന് വരുന്ന കുറെ കാര്യങ്ങളും കൂടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഹി വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അല്ലെ. ഇങ്ങനെ ആവർത്തിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ സത്യം അറിയാമെന്നുള്ളതാണ് കാര്യം. പക്ഷെ അതൊരിക്കലും ആത്മാവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരിക്കലും ആത്മാവ് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനോട് എനിക്ക് വിശ്വാസമേ ഇല്ല. റൂഹി ഏതോ പ്രമുഖ നടിയുടെ സഹോദരിയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ റൂഹിക്ക് ഈ സിനിമാ ലോകത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അല്ലെങ്കിൽ ഈ ഗൾഫിൽ ഈ സ്മഗ്ലിംഗ് ചെയ്യുന്നവരെ കുറിച്ചൊക്കെയുള്ള എന്തൊക്കെയോ ഡീറ്റെയിൽസ് റൂഹിയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടും അറിയാമായിരിക്കും. അങ്ങനെ ചില കാര്യങ്ങൾ കേട്ടറിഞ്ഞാൽ റിഫയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്ന് മീഡിയയോട് റൂഹി പറഞ്ഞിട്ടുണ്ടാവുക. അത് തെളിവില്ലാതെ പുറത്തു വിട്ടാൽ നല്ല തെറി കേൾക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് റൂഹി പ്രയോഗിച്ചതാണ് ഈ ആത്മാവിന്റെ കാര്യം. അങ്ങനെ ആത്മാവ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഈ വിഷയത്തിന് കുറെ പബ്ലിസിറ്റി കിട്ടിയതാണ്. ഇത് ഞാൻ പറയാൻ കാര്യമുണ്ട്. മുമ്പ് റിഫയുടെ കാര്യം പറയുമ്പോൾ റൂഹി അന്ന് തന്നെ സജിനയുടെയും രേണുവിന്റെയും കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ബെൻസർ എന്ന് പറയുന്ന ആള് ദുബായിൽ എന്തൊക്കെയോ ഷോസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബി വെരി കെയർഫുൾ വിത്ത് ഹിം. ഹി ഈസ് എ വെരി ഫ്രോഡ് ക്രിമിനൽ. അവൻ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ വിഡോസിനെയും ഡിവോഴ്സീസിനെയും ഒക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ഷോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ഒക്കെ പോയേക്കുന്നത് വെരി ഓപ്പൺലി ഇഫ് ഐ ഗോ ടു സേ റേണു സുധി, സജിന ഫിറോസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. സോ എല്ലാ ഗേൾസിനോടും ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുവാണ്, വെരി സൂൺ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും.
3 മാസം മുമ്പ് റൂഹി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം സജന് തന്നെ ഇതുപോലെ മാഫിയയുടെ കീഴിൽ അകപ്പെട്ട കാര്യം പറയുന്നുണ്ട്. സോ എവരിത്തിങ് ഈസ് കണക്റ്റഡ്. റൂഹി വായിൽ തോന്നിയത് പറയുകയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിൽ ബെൻസറിന്റെ കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് ബെൻസറുമായി ബന്ധമുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. അതുപോലെ എനിക്കും തോന്നുന്നത് സത്യം പറഞ്ഞാൽ റൂഹിക്കും വ്യക്തമായ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർക്ക് എവിടെയോ നിന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അല്ലാതെ മറ്റൊന്നും കൂടുതലായി അറിയാൻ സാധ്യതയില്ല. ഇതുപോലൊരു ടീമിന്റെ കയ്യിൽ റിഫ പെട്ടിനോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. റിഫ ഉണ്ടായിരുന്നത് ദുബായി തന്നെ ആയിരുന്നല്ലോ. ഇവിടെ റൂഹി പറയുന്ന ഒരു കാര്യത്തിന് തെളിവുകളില്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഊഹിച്ച് കാര്യങ്ങൾ പറയാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ റൂഹിക്ക് അറിയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഉറപ്പാണ് അത് ആത്മാവ് വന്ന് പറഞ്ഞതൊന്നുമല്ല. അവരുടെ ദുബായിലും മറ്റുമൊക്കെയുള്ള കണക്ഷൻസ് വെച്ച് കിട്ടുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. ഇനി അഥവാ നാളെ രേണു ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് ഈ റൂഹിയുടെ ഉൾശക്തി കൊണ്ടാണെന്നൊന്നും കരുതരുത്. റൂഹിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ റൂഹി പറയുന്നതെന്ന് മാത്രം. അതിൽ എന്തൊക്കെയാണ് സത്യം എന്നൊന്നും നമുക്കറിയില്ല. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.